ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും, എന്തേ ഈ വഴിക്ക് വഴിതെറ്റി വന്നാണെന്നൊക്കെ. വഴിതെറ്റിയൊന്നും വന്നതല്ല. ഇതെൻ്റെ ചാനൽ, എൻ്റെ മാത്രം ചാനൽ, എൻ്റെ സ്വന്തം ചാനൽ, ബെൽറ്റിട്ട ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ആദ്യ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗൊക്കെ തുടങ്ങണം, മീൻസ് ഒരു ചാനലൊക്കെ തുടങ്ങണം, വ്ളോഗ് ചെയ്യണം, ഇൻഫ്ലുവൻസർ ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അൾട്ടിമേറ്റ് പൈസ ഉണ്ടാക്കണം, അൾട്ടിമേറ്റ് ഒരു എക്സ്ട്രാ ഒരു ഏർണിങ്സ് വരണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയ ഒരു ചാനലാണ്. പിന്നെ എനിക്ക് സമയം കിട്ടാണ്ടേ, കാര്യം എനിക്ക് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് സമയമില്ലാത്ത ഒരു പ്രശ്നം വന്നുപോയി. ഇപ്പം എനിക്ക് സമയമുണ്ട്, ജോലിയില്ല, കൂലിയില്ല, പൈസയില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഓക്കെ എന്നാൽ നമ്മൾ വെറുതെ എന്തായാലും ഇരിക്കുകയല്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്രഗ്നൻസിയുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നമ്മൾക്ക് എന്തായാലും ഈ സമയങ്ങൾ വെറുതെ ഞാൻ കിടന്നുറങ്ങി ചീർത്ത് പൊട്ടാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ സമയങ്ങളൊക്കെ നമുക്ക് ഈ സമയം ഒരു പ്രൊഡക്റ്റീവായിട്ട്, തനി മലയാളീസൊക്കെ പറയുന്ന പോലെ പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാം, പ്രൊഡക്റ്റീവ് സമയങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് യൂട്യൂബ് ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വ്ളോഗുള്ളപ്പോൾ നമ്മൾ എന്തിന് സ്വന്തം വീട്ടിൽ സ്വർണ്ണം വെച്ചിട്ട് നമ്മൾ എന്തിന് നാട്ടിൽ തെണ്ടി നടപ്പു ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് ആലോചിച്ചു. ഇതിപ്പോൾ ആലോചിക്കാൻ തുടങ്ങിയിട്ടൊരു ഞാനിപ്പോൾ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് ഒരു 4 മാസം ആവാറായി. 4 മാസമായിട്ടുണ്ടാവും. ആ സമയമല്ല, അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു മാസം കഴിഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കുന്നുണ്ട് യൂട്യൂബ് ഒന്ന് പൊടി തട്ടിയെടുത്താലോ. പക്ഷെ ഭയങ്കര പൊടി ഗൈസ്, തട്ടാൻ പറ്റുന്നില്ല, അത്രമാത്രം പൊടിയാണ് യൂട്യൂബിലുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ്സൊക്കെ ഒന്ന് നോക്കി എന്ത് കണ്ടൻറ്റായിട്ട് തിരിച്ചു വരാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇപ്പോഴത്തെ വീഡിയോസിനൊന്നും പ്രത്യേകിച്ച് കണ്ടൻറ്റ് വേണ്ടതെന്ന്. എന്തായാലും കാലത്തിൻ്റെ ഒരു പോക്കേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ എന്താ പറയുക, സാധാരണ ഈ നൈറ്റ് റുട്ടീനും ഡേ ഇൻ മൈ ലൈഫും പോട്ടെ 18 a day ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഇതിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതിന് മുന്നേ വിചാരിച്ചു കുറച്ച് ഷോർട്സൊക്കെ ഇടാം, മീഷോന്ന് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച്, മീഷോ ഫൈൻസ് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ സാധാരണ കാണുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മീഷോ ഫൈൻസിന് സാമ്പത്തിക ഭദ്രതയില്ലാണ് നമ്മൾ എന്ത് മീഷോ ഫൈൻസ് ചെയ്യാനല്ലേ. അപ്പോൾ ഇതൊന്നും വേണ്ടാത്തതാണ്. എനിക്ക് എൻ്റെ നാവുണ്ട്, ഫോണുണ്ട്, ഇത് പിന്നെ ഡെയിലി എന്തായാലും കുറേ കാര്യങ്ങൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു റുട്ടീനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, ചെറുതായിട്ട് ഉമ്മാൻ്റെ കൈയൊന്നും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് വാക്സിനൊക്കെ വെച്ചുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണിപ്പോൾ ഗൃഹനാഥ തൽക്കാലത്തേക്ക്. അപ്പോൾ ഞാനാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചപ്പോൾ തന്നെ ഈവനിങ്ങിലുള്ളൊരു ചെറിയൊരു റുട്ടീൻ, എന്താ പറയുക, ഇതിന് എന്ത് ക്യാപ്ഷൻ ഇടുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഞാൻ അത് വെച്ചൊരു ഇൻട്രോ ഒക്കെ എടുത്ത് ഫ്രഷ് കണ്ടൻറ്റൊക്കെ എടുത്തിട്ട് വീഡിയോ തുടങ്ങിയാലോ എന്ന്. പക്ഷേ ഇല്ല ഗൈസ്, കണ്ടൻറ്റൊന്നും കയ്യിലില്ല തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ചിക്കൻ വാങ്ങിച്ചു. അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും നെയ്ച്ചോറും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ കൺഫോൾട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് രാത്രി ഇക്കത്തെ ഒരു റുട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ പറയുന്നത് വേറെ എവിടെയൊക്കെ ആണ്, വീഡിയോ പോകുന്നത് വേറെ എവിടെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ എന്താ പറയുക, ഈ വീഡിയോസ് കണ്ടിട്ട് കാണുന്ന ആൾക്കാർ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്ന ആൾക്കാർ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. എൻ്റെ വിലാസം ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഈ ഫാമിലി വ്ളോഗൊക്കെ കാണാനും അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാൻ തന്നെയാണ് എനിക്കും ആഗ്രഹം. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചിക്കൻ പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കറി ചെറുതായിട്ട് പാളിപ്പോയത് തന്നെ. ഞാൻ സാധാരണ എൻ്റെ കറികൾ പാളിപ്പോകുമ്പോൾ, കറി വെക്കാൻ ഞാൻ അത്ര ഒരു എക്സ്പേർട്ട് എന്നല്ല, എനിക്ക് കറി വെക്കാൻ അറിയില്ല. എത്ര വെച്ചാലും അത് കുളയിപ്പോവും. ഒന്നിക്ക് എരിവ് കുറയും അല്ലെങ്കിൽ ഉപ്പ് കൂടും. ഇത്രയും നേരം ഞാൻ 7:30 അടുക്കളയിൽ കയറി ഇതൊക്കെ ചെയ്ത് വന്ന് ആദ്യം ഗണപതിക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് കുറച്ച് ചോറ് കൊടുത്ത് വന്നപ്പോഴാണ് ഉമ്മ പറഞ്ഞിട്ടില്ലേ കറിക്ക് എരിവില്ല. ഞാൻ പറഞ്ഞുള്ള എരിയൊക്കെ മതി, മര്യാദ തിന്ന് എണീക്ക് പറഞ്ഞു ഞാൻ. അങ്ങനെ മോൾക്ക് കൊടുത്തു.
ഈ ബാധ്യതകളൊക്കെ തീർത്തിട്ട് വേണം എനിക്കൊന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഞാൻ എപ്പോഴും എൻ്റെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് ഞാനൊക്കെ കുളിച്ച് ബെഡൊക്കെ സെറ്റപ്പാക്കിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് നേരെ ഞാൻ കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രഗ്നൻ്റൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എനിക്ക് എന്താ അറിയില്ല ഗൈസ്, ആ ഒരു ശീലം മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഫോണൊക്കെ നോക്കി ഇരുന്ന് മെല്ലെ ആസ്വദിച്ചിട്ട് ആണ് ഞാൻ കഴിക്കുക. അപ്പോൾ എമീറാക്ക് ഭക്ഷണം കൊടുത്തു. എമീറ പിന്നെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും, ചിക്കൻ്റെ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഓള് പറയും ഉമ്മ സൂപ്പറായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ആ ഒരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടി. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു ഊക്ക് കിട്ടി. ഉമ്മ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കറിയിൽ ഉപ്പ് പറഞ്ഞാൽ എരിവ് പറഞ്ഞത് എന്തോ പറഞ്ഞു. ഞാൻ അപ്പോൾ പിന്നെ ഞാൻ വെള്ളക്കാക്കി രാത്രി ഞാനും എമീറ നല്ല രീതിക്ക് വെള്ളം കുടിക്കും. എമീറ ഇപ്പം ഞാനൊക്കെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും കുടിക്കലുള്ളതെന്ന് വിചാരിക്കുക. എമീറ ചെറുപ്പം മുതലേ എമീറ അങ്ങനെ മീൻസ് നമ്മൾ വെള്ളം ഇങ്ങനെ കുടിക്കാൻ പാകത്തിലുള്ള ആ സമയം മുതലേ എമീറ നന്നായിട്ട് വെള്ളം കുടിക്കും, ബാത്റൂം പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ വെള്ളം ആക്കിയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ വെള്ളമൊക്കെ ആക്കി പിന്നെ എമീറാനൊന്ന് വാഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി കൊടുത്ത് പിന്നെ ഞങ്ങൾ സ്വസ്ഥമായി ഉറങ്ങി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ആ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ. ബൈ.